തുലാം രാശിയിൽ ജനിച്ചവരെ, ഞാൻ പറയട്ടെ, ഈ സമയം നിങ്ങളെ നോക്കി നിൽക്കുന്ന ആകാശം തന്നെ മാറ്റത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. ഒരൊറ്റ നിമിഷം, ആകാശപ്പാളികളിൽ ഒരു സൂക്ഷ്മചലനം, ഒരാളുടെ വിധി മുഴുവനായി തിരുത്താൻ മതിയാകും. അതാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. അടുത്ത 15 ദിവസങ്ങൾ, അതാണ് നിങ്ങളെ പരീക്ഷിക്കുന്നതും നിങ്ങളെ പുനർജനിപ്പിക്കുന്നതും. ഈ ഘട്ടം അവസാനിക്കുമ്പോൾ നിങ്ങൾ പഴയ നിങ്ങളായിരിക്കില്ല. കടങ്ങൾ, ഭാരങ്ങൾ, നിരാശകൾ എല്ലാം മാറിപ്പോകുന്ന സമയം അടുത്തിരിക്കുന്നു. ഞാൻ പറയുമ്പോൾ പറയുന്നില്ല പഴയ പോലെ ഒരു ജ്യോതിഷ് പ്രവചനമായി. ഇതല്ല കേവലം ഗ്രഹങ്ങളുടെ കളി. ഇതാണ് നിങ്ങളുടെ ആത്മാവ് തന്നെ രേഖപ്പെടുത്തുന്ന കർമ്മഫലമാറ്റം. ഇന്നത്തെ രാവുകൾ നിങ്ങൾക്ക് കൊടുക്കുന്ന ആ ചെറു ശബ്ദങ്ങൾ, സ്വപ്നങ്ങളിൽ കാണുന്ന ആ അന്യമുഖങ്ങൾ രഹസ്യമായ സൂചനകളാണ്. കെടുതി മങ്ങുന്നു. പഴയ ബന്ധങ്ങൾ, പഴയ വാക്കുകൾ, പഴയ വിങ്ങൽ, അതൊക്കെ ഒടുങ്ങുന്ന ഘട്ടം. ഗുരു തന്റെ ദിശ ചലിപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ ആ ചെറിയ ചലനം തന്നെയാണ് നിങ്ങളുടെ ജീവിതരേഖയെ മറ്റൊരു വഴി കൊണ്ടുപോകുന്നത്. ഗുരുവിന്റെ കാഴ്ച ഇപ്പോൾ തുലാമിലേക്കാണ് ഇടയുന്നത്. അതായത് ദൈവകൃപ ധനനാളികളിലേക്ക് വിടരാൻ തുടങ്ങിയിരിക്കുന്നു. ശനി പറയുന്നതിന്റെ പാഠം നിങ്ങൾ ഏറെ നാളായി പഠിച്ചു. സഹനത്തിന്റെയും കഠിനത്വത്തിന്റെയും പരീക്ഷ കഴിഞ്ഞു. അതിന്റെ അവസാന ഘട്ടം ഇതാണ്. അങ്ങനെ തന്നെയൊരു നിമിഷം വന്നു നിൽക്കുന്നുണ്ട്. ആ അനന്തരവർഷങ്ങളോളം നിങ്ങളെ ബാധിച്ചിരുന്നതെല്ലാം വിടരാൻ പോകുന്ന സമയമാണ് ഇത്. രാഹുവിന്റെയും കേതുവിന്റെയും ചലനം ഇപ്പോൾ നിങ്ങളുടെ മനസ്സിനുള്ളിൽ നടക്കുന്ന പുനർസംഘടനയാണ്. നിങ്ങൾ വിചാരിക്കുന്നത് യാദൃശ്ചികം അല്ല. എവിടെയോ യജ്ഞ ആത്മാവിൽ എഴുതപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ വിടുതൽ എന്ന്. ഞാൻ പറയട്ടെ, അടുത്ത 7 ദിവസങ്ങളിൽ സംഭവങ്ങൾ വേഗത്തിൽ മുന്നോട്ടു പോകും. പഴയ കാരണം മൂലം താമസിച്ചിരിക്കുന്ന ഒരു കാര്യത്തിന് അപ്രതീക്ഷിത പരിണാമം രേഖയാകുമ്പോൾ നിങ്ങൾ വിറയ്ക്കും. അത്ര വേഗത്തിൽ ഒരു കഠിന ബന്ധനം പൊട്ടിത്തെറിക്കാനിരിക്കുന്നു. ആ ആദ്യ ഘട്ടം തന്നെയാണ് നിങ്ങളുടെ കടങ്ങളുടെ ചങ്ങല പൊട്ടിത്തെറിക്കുന്ന സമയം. നിങ്ങൾ അഭിമുഖിക്കുന്നവരിൽ ചിലർ ഇപ്പോൾ നിങ്ങളെ മനസ്സിലാക്കുന്നില്ലെന്ന് തോന്നും. പക്ഷേ ഓർക്കുക, എല്ലാ മഹാശക്തി മാറ്റവും ആദ്യമായി ശബ്ദമില്ലാതെ നടക്കും. ആരും കാണാതെ, ആരും അറിഞ്ഞുകൂടാതെ. പക്ഷേ നിങ്ങൾക്കുള്ളിൽ തുടങ്ങും ആ അദൃശ്യമായ വിളി. ഈ ഗൃഹപരിണാമം ആത്മീയമായി ശക്തമാണ്. ചിലർക്ക് അതിൽ ആശയക്കുഴപ്പം തോന്നാം. എന്തുകൊണ്ട് എല്ലാ വാതിലുകളും അടയുന്നത് പോലെ തോന്നുന്നു? അതാണ് ആദ്യം ഘട്ടം. എല്ലാ പഴയ വാതിലുകളും അടയുമ്പോഴാണ് നിങ്ങൾക്കായി പുതിയ വായു തുറങ്ങുന്നത്. ഇപ്പോൾ രാഹു നിങ്ങളുടെ 8ാം സ്ഥാനത്തെ കുളിരിൽ നിന്നു നീങ്ങുകയാണ്. അതായത് രഹസ്യം വിടരട്ടെ. ദീർഘകാലമായി കടങ്ങൾ, കേസുകൾ, കടുത്ത വൈകല്യം, അവിശ്വാസം ഇതെല്ലാം തണുത്തുറഞ്ഞിരുന്നതാണ് ഇപ്പോൾ പൊട്ടിത്തെറിക്കാൻ പോകുന്നു നിങ്ങൾക്കായി. ചില രാത്രികൾ ഇനിയും കഠിനമാകും. അതാണ് അവസാന ചുഴലി. അതിനുശേഷം നിശബ്ദത. പിന്നെ ആ നിശബ്ദതയിൽ തന്നെ ദൈവം എഴുതും പുതിയ പാത. കാണുക, ചോദിക്കാം, എന്തുകൊണ്ട് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും എന്റെ കയ്യിൽ ഇല്ലായ്മ മാത്രം? അതാണ് ശനിയുടെ കാലക്കൊള്ള. അവൻ വിളച്ചേക്ക് ചെയ്യുന്ന തരത്തിൽ നിങ്ങളുടെ ആത്മാഭ്രാന്തി ഉണർത്താനാണ്, ശിക്ഷിക്കാനല്ല. ഈ കാഴ്ചപ്പാടിൽ തുലാം രാശിയിലുള്ളവരെ, നിങ്ങളുടെ ഭാഗ്യഗ്രഹം വീണ്ടും ഉണരുന്നു. അതിന്റെ നീക്കം കൊണ്ട് തിളങ്ങുന്ന ഒരു അവസരം വരാൻ പോകുന്നുണ്ട്. 3 ഘട്ടങ്ങൾ ആയി നിങ്ങൾ അത് അനുഭവിക്കും. ആദ്യ ഘട്ടം, പഴയ കടങ്ങൾ കൃത്യമായി തീരുന്നത്. 2ാം ഘട്ടം, പഴയ ബന്ധങ്ങൾ പുനർസംയോജനം നേടുന്നത്. 3ാം ഘട്ടം, നിങ്ങളുടെ ഉള്ളിലെ ആത്മവിശ്വാസം പുനർജനനം നേടുന്നത്. ഇപ്പോൾ ചെയ്യുന്ന പ്രാർത്ഥനകൾ ചെറുതെങ്കിലും കൊണ്ട് കാണരുത്. ഈ സമയത്ത് ഉരുവാക്കുന്ന ഓരോ വാക്കും പ്രപഞ്ചം കേൾക്കുന്ന അവസ്ഥയാണ്. ഗുരുവിന്റെ കൃപ വായുവിലുണ്ട്. ഒന്നും നിശ്ചലമല്ല. നിങ്ങൾ പറയുന്നത് പോലും പ്രപഞ്ചം കുറിച്ചുവയ്ക്കുന്നു. അടുത്ത വീഡിയോയോ ഭാവി ഘട്ടത്തിലേക്കോ. അതുവരെ ഈ ഘട്ടം ആകട്ടെ നിങ്ങളുടെ നിശ്ചലമരുന്നുറപ്പിക്കൽ. കാത്തിരിക്കുക. എന്തോ അത്ഭുതം അടുത്തിരിക്കുന്നു. ഞാൻ പറയട്ടെ, ആ അതിശയം 100% ഉറപ്പായി നടക്കും. അത് തുടങ്ങുന്ന നിമിഷം നിങ്ങൾ തിരിച്ചറിയും, ഇത് തന്നെയായിരുന്നു ഞാൻ കാത്തിരുന്നതെന്ന്. കാണൂ, ഗ്രഹങ്ങളുടെയുള്ള ചലനം വെറും ആകാശമാറ്റമല്ല, അതൊരു ഹൃദയമാറ്റമാണ്. തുലാം രാശിയിലുള്ളവർക്ക് ഈ ഘട്ടം ആത്മാവിൽ കയറുന്ന ആഴമുണ്ട്. നിങ്ങൾ കഴിഞ്ഞ വർഷങ്ങളായി സഹിച്ചതെല്ലാം എന്തിനു വേണ്ടിയാണെന്ന ചോദ്യം ഇപ്പോൾ മറുപടി നേടുകയാണ്. അതൊരു ഗുരുവിന്റെ ശബ്ദം പോലെ, നിശ്ചിതമായ പക്ഷേ ഉറച്ച മറുപടി പോലെ. സമയം വന്നിരിക്കുന്നു. അടുത്ത 7 മുതൽ 14 ദിവസങ്ങൾക്കുള്ളിൽ ചില ദൃശ്യങ്ങൾ കാണാം. ആദ്യ ദിവസങ്ങളിൽ തന്നെ ചില അപ്രതീക്ഷിത സന്ദേശങ്ങൾ, പഴയ ആളുകളിൽ നിന്നുള്ള വിളികൾ. പഴയ കരാറുകൾ വീണ്ടും മൂല്യം പിടിക്കുന്നത് പോലെ. ഇത് സാധാരണമല്ല. ഗുരുവും ശനിയും ചേർന്ന് തീർത്ത ഈ കൂട്ടുചലനം സാമ്പത്തിക പുനരുജ്ജീവനത്തിന്റെ തുടക്കമാണ്. പണം ലഭിക്കാൻ വൈകിയിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ സ്വാഭാവികമായി വഴിതെളിയും. സമ്പാദ്യത്തിന്റെ ഇടം വെളിവാകും. ഞാൻ പറയട്ടെ, ചില മുഷിഞ്ഞ ബന്ധങ്ങൾ ഉണരാൻ പോകുന്നു. ചിലർ പോയി, അതിനുശേഷം നിങ്ങളിൽ ഒരു ശൂന്യത ഉണ്ടായി. അതാണ് തുലാം രാശിയുടെ സഹജമായ തുലനം തകർക്കിയത്. ഇപ്പോൾ കേതു നിങ്ങളെ ആഴത്തിലുള്ള ആത്മവിചാരത്തിലേക്ക് കൊണ്ടുപോകുന്നു. ആരോട് ഞാൻ ലേഖനം തുറക്കണം? എവിടെയാണെന്റെ യഥാർത്ഥ സമാധാനം എന്നുള്ള ചിന്തകൾ പതുക്കെ നിറയും. അവ ഭയമല്ല,
അവ അനുമോദനമാണ്. കാരണം അവ തന്നെയാണ് നിങ്ങളുടെ ജീവിതം പുതുക്കുന്ന പുതിയ രഹസ്യം. ബിസിനസ്സിനും ജോലി ജീവിതത്തിനും നേരമായിരിക്കുന്നു. രാഹുവിന്റെ മായാമേഘം മാറാനിരിക്കുകയാണ്. സംശയം, ഭയങ്കരം, സംശയാസ്പദമായ ശബ്ദങ്ങൾ ഇവയൊക്കെ പിന്നോട്ടു പോകുന്നു. പകരം ലഭിക്കുന്നു വ്യക്തത. ചില തൊഴിൽ അവസരങ്ങൾ ഇപ്പോൾ തന്നെ കാണാനാകും. ചിലർ വിദേശ ബന്ധങ്ങളുമായി ബന്ധപ്പെടും. ഇന്റർവ്യൂകൾ, അഭിമുഖങ്ങൾ എല്ലാം ചൂടുപിടിക്കുന്ന സമയം. നിങ്ങൾ ചോദിക്കുന്ന ആ ചോദ്യം, എപ്പോൾ ഈ കഷ്ടകാലം തീരും എന്ന്. ഉത്തരം ഇതാണ് ആ ഘട്ടം. ശനിയുടെ ബദ്ധനാളുകൾ കഴിഞ്ഞു. നിങ്ങൾ ശിക്ഷിക്കപ്പെട്ടിരുന്നില്ല. ശനിയാണ് നിങ്ങളെ കല്ലുപോലെ ഉറച്ചവർ ആക്കിയത്. അതിന്റെ ഫലമാണ് ഇപ്പോൾ ലഭിക്കാൻ പോകുന്നത്. പഴയ പരാജയങ്ങൾ വിജയത്തിലേക്കുള്ള പാതയായിരുന്നു. ഇപ്പോൾ ആ പാതയിൽ ചന്ദ്രന്റെ ചലനം പ്രകാശം പകരുന്നു. മനസ്സന്തോഷം അടുത്തിരിക്കുന്നു. ബന്ധങ്ങളിൽ ചില തരംഗങ്ങൾ കാണാം. ചിലർ വാക്കുകൊണ്ട് വേദനിപ്പിക്കും, ചിലർ അകന്നുപോകും. നിശ്ചയമായി അത് മുറിപ്പെടുത്തും. പക്ഷേ അത് ഒരു സംശുദ്ധതയാണ്. ഈ കഷ്ടമുറ കഴിഞ്ഞാൽ ബന്ധങ്ങൾ ആഴത്തിൽ വീണ്ടും ഉറപ്പാകും. പ്രണയത്തിലോ വിവാഹബന്ധത്തിലോ ഉള്ളവർക്ക് ധന്യമായ പരിണാമം അതിങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് പോലെമല്ല, ഒപ്പം മൗനമായ ആഴത്തിൽ സ്നേഹം വളരുന്നതാണ്. നിങ്ങളുടെ മനസ്സ് പറയാത്ത വാക്കുകൾ മുന്നിലുള്ള ആൾക്കാർ ഇനി കേൾക്കും. ഒരിക്കൽ നിങ്ങൾ ആലോചിച്ചു, എന്റെ ഭാഗ്യം എന്തുകൊണ്ട് ആരുടെയോ കയ്യിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ അതിന്റെ മറുപടി, അത് ഇനിയില്ല. രാഹുവിന്റെ പിടി വിട്ടിരിക്കുന്നു. അതിനർത്ഥം നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വിധി തിരുത്താം. ഇതാണ് രണ്ടാം ഘട്ടം. പ്രാർത്ഥനയും പരിശ്രമവും ഇപ്പോൾ കൂട്ടിയാൽ പിന്നോട്ടു പോകില്ല. ദൈവം തന്നെയാണ് ഇപ്പോൾ നിങ്ങളുടെ പാതയിൽ അടയാളങ്ങൾ കൊടുക്കുന്നത്. ശരീരത്തിലായിരിക്കും അല്പം ക്ഷീണം, ഉറക്കം കുറവ്, തലക്കുറുകിൽ ഭാരത്വം. ആ അവസ്ഥകളെ പേടിക്കേണ്ട. അത് ശനിയുടെയും ഗുരുവിന്റെയും മതിലുകൾ പൊളിയുമ്പോഴുള്ള അടയാളങ്ങളാണ്. ആ ശക്തി അകത്തേക്ക് കടക്കുമ്പോൾ ശരീരം പുതുക്കിയെടുക്കുന്നു. വെള്ളം കൂടുതലായി കുടിക്കുക, വെളിച്ചം കാണുക, പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഇപ്പോഴുള്ള അവസ്ഥ കടന്നു പോകുന്ന വഴിയാണ്, ലക്ഷ്യസ്ഥാനം അല്ല. അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുക. കുടുംബത്തിൽ അല്പം തർക്കങ്ങൾ ഉണ്ടാകാം, എന്നാൽ അവ ഭയപ്പെടേണ്ടതില്ല. ആഹ്ലാദത്തോടെയാണ് അവയ്ക്ക് അവസാനം. പഴയ പിണക്കം പോകും, പഴയ സമാധാനം മടങ്ങിയെത്തും. ചിലർക്കത് അവരുടെ മാതാപിതാക്കളോടായിരിക്കും, ചിലർക്കത് മകനോടോ മകളോടോ. പക്ഷേ തീർച്ച ഈ ഘട്ടം ബന്ധങ്ങൾ പുതുക്കും. ഈ രണ്ടാമത്തെ ഘട്ടത്തിന്റെ അവസാനത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നതാണ് മായമായൊരു ശാന്തി, ഒരു പുതിയ തുടക്കം. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, അത് ആത്മാവിൽ നിന്നുള്ള ശബ്ദമായി തോന്നും. അവിടെ നിന്ന് ആരംഭിക്കും നിങ്ങളുടെ പുതിയ സാമ്പത്തിക പരിവർത്തനം. കാണാം, മൂന്നാമത്തെ ഘട്ടം അടുത്തിരിക്കുന്നു. അതാണ് ആ അദ്ഭുത ശാസ്ത്രം. 150 വർഷത്തിനു ശേഷം വരുന്ന ശക്തി പതിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അടുക്കുന്നു. ആ മൂന്നാമത്തെ ഘട്ടം, അതാണ് വിധിയുടെ ജന്മവേള. നിങ്ങൾ ഇപ്പോൾ കടന്നുപോകുന്നത് വെറും കാലമല്ല, അത് ഒരു ഉദ്ഘാടനമാണ്. പ്രപഞ്ചം തന്നെ നിങ്ങളെ വിളിക്കുന്നു, ഇപ്പോഴാണ് സമയം. കാണൂ, ആകാശത്തിൽ ഈ നിമിഷം ഇരുട്ടും വെളിച്ചവും ഒരുമിച്ചു നൃത്തം ചെയ്യൂ. ഗുരു, ശനി, രാഹു മൂന്നാളും ചേർന്ന് ഉരുവാക്കുന്നത് ഒരു അപൂർവ യോജനം. ജ്യോതിഷത്തിന്റെ ഭാഷയിൽ ഇത് അപൂർവം. പക്ഷേ ജീവിതത്തിന്റെ ഭാഷയിൽ പറയുമ്പോൾ ഇതാണ് പുനർജന്മം. തുലാം രാശിക്കാർക്ക് ഇത് 150 വർഷത്തിനു ശേഷം മാത്രം വരുന്ന ഒരു ഗ്രഹയോജനം. അതിനർത്ഥം നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരം സാധാരണ മനുഷ്യരുടെ വിധിക്ക് പുറത്താണ്. അടുത്ത 7 ദിവസങ്ങൾക്കുള്ളിൽ ആദ്യ അദ്ഭുതം നടക്കും. ആരും പ്രതീക്ഷിച്ചിരുന്നില്ലാത്ത രീതിയിൽ ഒരു പഴയ സാമ്പത്തിക തടസ്സം പൊട്ടിത്തെറിക്കും. ബാങ്ക് കടം, പണം കുടിശ്ശിക, നഷ്ടമായ അവസരങ്ങൾ, ഏതായാലും അവിടെ നിന്നും ഒരൊറ്റ വിളി, ഒരൊറ്റ ഇമെയിൽ, ഒരൊറ്റ വാക്ക്, അവയിലൂടെ നിങ്ങളുടെ പാത തുറക്കും. അത് എങ്ങനെ സംഭവിച്ചു എന്ന് നിങ്ങൾക്കു തന്നെ മനസ്സിലാവില്ല. പക്ഷേ ദൈവികമായി നഷ്ടം വീണ്ടെടുക്കാനുള്ള തുടങ്ങി. രണ്ടാം അദ്ഭുതം നിങ്ങളുടെ മനസ്സിൽ നടക്കും. ഇതുവരെ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിരുന്ന ആത്മവിശ്വാസക്കുറവ്, പരാജയത്തിന്റെ ഭയവും അങ്ങനെ അപ്രത്യക്ഷമാകും. ഒരു ശക്തി അകത്തേക്ക് കടന്നുവരും. ഞാൻ കഴിയും എന്ന ശബ്ദം ശക്തമാവും. ആ ആത്മശബ്ദം തന്നെയാണ് ദൈവത്തിന്റെ വിളി. അതുതന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നവോത്ഥാനം സൃഷ്ടിക്കുന്നത്. നിങ്ങൾ കരുതിയിരുന്നത് ജീവിതം കെട്ടുപോയി എന്നു, പക്ഷേ കാണൂ, അതൊരു മായായിരുന്നു. മൂന്നാമത്തെ അദ്ഭുതം ബന്ധങ്ങളിലേക്കാണ് വരുന്നത്. പഴയ തോൽവികൾ, പഴയ തെറ്റിദ്ധാരണകൾ എല്ലാം ഉരുകും. ഒരാളുടെ വാക്ക് നിങ്ങളെ കണ്ണുനനയിപ്പിക്കും. പക്ഷേ ആ കണ്ണുനീരിനുള്ളിൽ സമാധാനം ഉണ്ടാകും, ദൈവം എഴുതുന്ന ഒപ്പുപോലെ. ആ സംഭവത്തിനു ശേഷമാണ് നിങ്ങൾ തിരിച്ചറിയുക, അതൊക്കെ നഷ്ടവേദനയല്ല, അതൊക്കെ വഴി തീർക്കലായിരുന്നു. ഈ 3 ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ജീവിതപടവ് പുതുതായി യാത്ര തുടങ്ങും. തൊഴിൽ രംഗത്ത് പരിവർത്തനം ആരംഭിക്കും. നിങ്ങൾ കരുതിയ അവസരങ്ങൾ തകർന്നുപോയി എന്നു തോന്നിയിരുന്നതെല്ലാം ഇപ്പോൾ സജീവമാകും. ആ രംഗത്ത് പുതിയ മുഖങ്ങൾ, പുതിയ പിന്തുണ, സഹോദരന്മാരുടെയും സഹപ്രവർത്തകരുടെയും സഹായം പ്രതീക്ഷിക്കാം. അതെ, ഇവ വെറും ആളല്ല, ഇവ ദൈവം അയക്കുന്ന ദേവദൂതന്മാരാണ് നിങ്ങളുടെ പാതയിലേക്ക്. ചിലപ്പോൾ തോന്നാം, ഇത്ര വേഗത്തിൽ എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെ പിടികൂടും? അതിനാണ് പ്രാർത്ഥന. ഓരോ പ്രഭാതവും കുറച്ച് നിമിഷം ആ നിശബ്ദതയിൽ ഇരിക്കുക. ശ്വാസം ആഴത്തിൽ എടുക്കുക. ആ വായുവാണ് ഗുരുവിന്റെ കൃപ.
അങ്ങനെ ഉള്ളിൽ വിദ്യുത് സംഘർഷം ആരംഭിക്കും. അതാണ് കരിയറിൽ, ബിസിനസ്സിൽ പെട്ടെന്നുള്ള ഉയർച്ചയ്ക്ക് കാരണമാകുന്നത്. ഇപ്പോൾ നിങ്ങൾക്കായി തുറന്നിരിക്കുന്ന ഗ്രഹപഥം സൗഭാഗ്യത്തിന്റെ പാതയാണ്. സാമ്പത്തിക മേഖലയിൽ മുന്നേറ്റം, വിദ്യാഭ്യാസത്തിൽ കൃത്യമായ ലക്ഷ്യനിർണയം, വിദേശ അവസരങ്ങൾ എല്ലാം തുറന്നുവരുന്ന നിമിഷം. ആരെങ്കിലും ഉറക്കെ പറയട്ടെ, ഇവരെ തള്ളിക്കളഞ്ഞ സമയങ്ങളുണ്ടായിരുന്നു, ഇനി അവർ തന്നെ ആശ്ചര്യപ്പെടും. നിങ്ങളുടെ പുഞ്ചിരി തന്നെ മറുപടിയായി തീരും. എങ്കിലും ഓർക്കണം, ആ അത്ഭുതശക്തി ഇരുവശമുള്ള വാളാണ്. അതിന്റെ വെളിച്ചം ഉപയോഗിക്കുന്നത് പ്രാർത്ഥനയിലും വിനയത്തിലും ആയിരിക്കണം. അഹങ്കാരമായി വന്നാൽ അതേ ശക്തി പിന്നോട്ട് വലിച്ചെറിയും. അതിനാൽ ശാന്തതയോടെ മുന്നോട്ടു പോകുക. ഗുരുവിന്റെ ദിശ ഇപ്പോൾ സ്പിരിച്വൽ അവസരങ്ങൾ തുറക്കുന്നു. ചിലർക്ക് പുതിയ മതാചാരങ്ങൾ, ധ്യാനത്തിൽ പ്രവേശം, അല്ലെങ്കിൽ ദേവാലയ സേവനങ്ങൾ തുടങ്ങി ആത്മീയ പാതയിൽ വളർച്ച. അതെ, ആത്മീയത ഇനി ഹൃദയത്തിന്റെ ആവശ്യം. മുന്നോട്ട് നീങ്ങുമ്പോൾ ചില പരീക്ഷണങ്ങൾ പിന്നെയും ഉണ്ടാകും. അത് നിങ്ങളെ നിർത്താൻ അല്ല, ഉറപ്പാക്കാൻ. ചെറുതർക്കം, ചെറിയ വൈകൽ, ചില പരാമർശങ്ങൾ. അവയെ കാണുമ്പോൾ പുഞ്ചിരിയോടെ നോക്കുക. കാരണം അതൊക്കെയായിരിക്കും നിങ്ങളുടെ അകത്തുള്ള ശക്തി പരീക്ഷിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ആ പരീക്ഷകളെ ജയിക്കാൻ ജനിച്ചിരിക്കുന്നു. ശനിയുടെ അവസ്ഥാനിലൂടെയുള്ള നീളമുള്ള ഇരുട്ടിന്റെ അവസാന പാളി ഇനി പൊട്ടിത്തെറിക്കും. നോക്കൂ, ഈ പ്രത്യാഘാതങ്ങളുടെ ഇടവേളയിൽ നിങ്ങൾക്ക് തോന്നും, ദൈവം തന്നെയാണ് എന്റെ ചുറ്റും നടക്കുന്നത്. അതെ, നിങ്ങളോട് സംസാരിക്കുന്നതാണ് പ്രപഞ്ചം തന്നെ. നിങ്ങൾ നോക്കുന്ന ആ ചെറുപവിഴുവെന്നോ ആകാശത്തിലെ സൂക്ഷ്മമായ മാറ്റമെന്നോ എല്ലാം സന്ദേശങ്ങളാണ്. നിനക്ക് ഇനി യുദ്ധമില്ല, വിജയം മാത്രമേയുള്ളൂ. ഈ സമയത്ത് നിങ്ങളുടെ ശരീരവും മനസ്സും പുതിയ ജഡാവസ്ഥയിൽ പ്രവേശിക്കും. വിശപ്പ് അധികമാകും, ഉറക്കം മാറും, ചിലരുടെ മുഖം പ്രകാശിക്കും. ആളുകൾ ചോദിക്കും, നിങ്ങൾ എന്തു മാറ്റം വരുത്തി? പക്ഷേ നിങ്ങൾ അറിയാം, അത് മുന്നറിയിപ്പായിരുന്നു. ദൈവം ഇപ്പോൾ എന്റെ കൂടെയുണ്ട് എന്നു. അങ്ങനെ ഇപ്പോൾ ഈ മൂന്നാമത്തെ ഘട്ടം പൂർത്തിയാകുമ്പോൾ തേൻ പോലെ മധുരമുള്ള സമാധാനം അടുക്കുന്നു. പക്ഷേ ഇതിനുശേഷം ഒരു അവസാന അധ്യായമുണ്ട്. അതാണ് നിങ്ങളുടെ ആത്മാവിന്റെ പൂർണ്ണ ഉണർച്ച. ഞാൻ അത് പാർട്ട് 4 പറഞ്ഞുതരാം. അതാണ് ഈ കഥയുടെ ചുക്കാൻ. ഇനി പറയട്ടെ, ഈ കഥ ഇനി താഴെയല്ല, മുകളിൽ പറക്കുകയാണ്. നിങ്ങളിൽ ഓരോരുത്തരുടെയും ആത്മാവ് ഈ നക്ഷത്രമാറ്റത്തോടൊപ്പം ഉണരുന്നു. പ്രപഞ്ചം ഇപ്പോൾ നിങ്ങളെ കൊണ്ടാടുകയാണ്. ശനിയുടെ ഇരുണ്ട കാറ്റുകൾ പിന്മാറിയിരിക്കുന്നു. ഗുരുവിന്റെ വെളിച്ചം നിങ്ങളുടെ മുഖത്തു വീണിരിക്കുന്നു. കേൾക്കൂ ആ ശബ്ദം, അത് ഭാഗ്യത്തിന്റെ ചിരിയാണ്. ദൈവം പറയുന്നത് പോലെ തോന്നും, നീ സഹിച്ചു കഴിഞ്ഞു, ഇപ്പോൾ ഞാൻ കൊടുക്കുന്നു. ആകാശത്തിൽ സഞ്ചരിക്കുന്ന ഈ ഗ്രഹങ്ങൾ ഇപ്പോൾ ഒരു സംഗീതം ആലപിക്കുന്നുണ്ട്. അതിന്റെ താളത്തിലാണ് നിങ്ങളുടെ ഹൃദയം ഇടിക്കുന്നത്. ആ രഹസ്യ സംഗീതം കേട്ടാൽ മനസ്സിലാകും, ഇനി കടം, കഷ്ടം, ഭാരം ഒന്നും നിലനിൽക്കുന്നില്ലെന്ന്. കടങ്ങൾ തീരുന്നത് പണമായി മാത്രം കാണേണ്ടതല്ല. അതൊക്കെ ആത്മവേദന തീരാനുള്ള അടയാളമാണ്. നിങ്ങൾ ഏറെ നാളായി മറ്റുള്ളവർക്കു വേണ്ടി ജീവിച്ചു. ഇപ്പോൾ ദൈവം പറയുന്നു, നിനക്ക് വേണ്ടി ജീവിക്കാനുള്ള കാലം തുടങ്ങിക്കോളൂ. ആ ആത്മവാക്ക് കേൾക്കുമ്പോൾ മനസ്സിൽ കയ്യോന്തരണ്ടു വരും. അതാണ് ശാന്തിയുടെ തലമുറ. ഈ അവസാന ഘട്ടത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നു പഴയ വിഷം മുഴുവൻ പുറത്തേക്ക് പോകും. വെറുപ്പ്, പേടി, ആശ, പരാജയം എല്ലാം ഉരുകിപ്പോകും. അതിനു പകരം അങ്ങനെയൊരു സാന്ത്വനപ്രകാശം കടന്നുവരും. വാക്കുകളുടെ ആഴം പിടിക്കാത്തൊരു ആനന്ദം. ഉടനായി ബന്ധുക്കളുമായി പുനരായ്മ, കുടുംബത്തിൽ സന്തോഷവാർത്തകൾ, ചെറുവിജയങ്ങൾ എല്ലാം നിരയായി എത്തും. ചിലർക്കത് വളരെ വ്യക്തമായി അനുഭവപ്പെടും, ഔദ്യോഗിക ജീവിതത്തിൽ ഉയർച്ച. ചിലർക്കത് സാമ്പത്തികമായി അനുകൂലത. മറ്റൊരാൾക്ക് അത് പ്രണയത്തിലെ തീർച്ച. പക്ഷേ എല്ലാത്തിനുമുപരി സംഭവിക്കുന്നത് മനസ്സിന്റെ പുനർജനനം. ഈ ഘട്ടം എത്ര നിശബ്ദമായും അത്ര ശക്തമായും കടന്നുപോകും. നിങ്ങൾ തന്നെയാണ് അതിന്റെ ഉദാഹരണം. ഒറ്റമനസ്സോടെ പ്രാർത്ഥിച്ചവർക്ക് ഇത് ഭാഗ്യത്തിന്റെ നേരിട്ടുള്ള മറുപടിയാണ്. ചില രാത്രികൾ ഇപ്പോഴും ആത്മപരിശോധനയായിരിക്കും. നിങ്ങളുടെ പഴയ പാതകൾ മനസ്സിൽ പ്രത്യക്ഷമാകും. എന്തുകൊണ്ട് ഞാൻ ഇത്രയും സഹിച്ചു എന്ന ചോദ്യങ്ങൾ, എന്തിനാണ് ദൈവം എന്നെ പരീക്ഷിച്ചത് എന്ന ചോദ്യങ്ങൾ. പക്ഷേ അറിയൂ, അവിടെ തന്നെയാണ് മറുപടി. സഹനത്തിൻ്റെക്ക് ആവശ്യമായ കാഠിന്യം ഇല്ലാത്തവർക്ക് ഈ വിശുദ്ധ മാറ്റം കാണാനാവില്ല. നിങ്ങൾ കാണുന്നു, അത്രമേൽ ധീരനാണ് നിങ്ങൾ. നിങ്ങൾ അതിക്രമിച്ചു, അതിജീവിച്ചു. ഇപ്പോൾ പുരസ്കാരം എന്ന രൂപത്തിൽ പ്രപഞ്ചം തന്നെ നിങ്ങളുടെ മുന്നിൽ വന്ദിക്കുന്നു. ഈ സമയത്ത് പ്രാർത്ഥനയ്ക്കുള്ള ശക്തി ഇരട്ടിയാകും. നിങ്ങൾ ചിന്തിക്കുന്നതുപോലെ പ്രപഞ്ചം പ്രതികരിക്കും. ചെറു ആശംസ പോലും യാഥാർത്ഥ്യമാകും. അതിനാൽ വാക്കുകളെ ശ്രദ്ധിക്കണം. ശപിക്കരുത്, കുറ്റം പറയരുത്, പരിഹസിക്കരുത്. ഈ ഘട്ടത്തിൽ വാക്ക് തന്നെയാണ് മന്ത്രം. പറയുന്ന സ്നേഹവാക്കുകൾ, ആശംസകൾ, ആത്മാർത്ഥ പ്രാർത്ഥനകൾ അതൊക്കെ തിരിച്ചെത്തും മികച്ച അനുഗ്രഹമായി. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ തുറന്നിരിക്കുന്നു ദീർഘകാല ഭാഗ്യപഥം. വിദേശയാത്രാ അവസരം ചിലർക്കു, പുതിയ വീട് ചിലർക്കു, പുതിയ സ്നേഹബന്ധം ചിലർക്കു, ആരോഗ്യം വീണ്ടെടുക്കൽ മറ്റൊരാളിന്. ഓരോരുത്തർക്കും വ്യത്യസ്തമെങ്കിലും വിധിയുടെ രാഗം ഏകമാണോ? ഉയർന്നുവരൂ. ഈ ഘട്ടത്തിൽ നിങ്ങളുടെ ശരീരവും മനസ്സും പുതുതായി തെളിയുന്ന പോലെ തോന്നും. രാവിലെ ഉണരുമ്പോൾ പഴയ ഭാരത്വം ഇല്ല. ചുറ്റും പ്രകാശം.
ചിലർ പറയും, നിങ്ങളുടെ മുഖം തിളങ്ങുകയാണ്, അതാണ് ഗുരുവിന്റെ അനുഗ്രഹം. ആ തിളക്കം വാങ്ങുക, നിലനിർത്തുക, വിനയം വഴിയാക്കുക. എത്ര വലിയ വിജയമുണ്ടായാലും പാലിക്കുക, ഹൃദയം ചെറുതാക്കി വയ്ക്കുക. അതാണ് പരിശുദ്ധിയുടെ അടയാളം. ദൈവം ഇപ്പോൾ പറയുന്നു, നീ പൂർത്തിയാക്കിയ അവസരം പരിഹാസത്തിന് മുഴുവീഴ്ചയല്ല, അനുഗ്രഹത്തിന് പാതയാണ്. ആ വാക്കുകൾ ആത്മസത്യമായി സ്വീകരിക്കുക. ഇനി നിങ്ങൾ കടക്കാനിരിക്കുന്ന വഴികളിൽ അനവധി വിളക്കുകൾ കാത്തിരിക്കുന്നു. ഓരോ വിളക്കും നിങ്ങളുടെ വിജയത്തിന്റെ ഒരു ചിത്രമാണ്. ഈ ഇരുട്ടിൽ നിങ്ങൾ തന്നെ വെളിച്ചം, ഈ ശബ്ദമൗനത്തിൽ നിങ്ങൾ തന്നെ ഗാനം. വീടിനുള്ളിൽ പൂക്കുന്ന സമാധാനം ദൈർഘ്യമാകട്ടെ. അമ്മയുടെ മുഖത്ത് പുഞ്ചിരി കാണുക, മക്കളുടെ കണ്ണിൽ വിശ്വാസം, ജീവിത പങ്കാളിയുടെ വാക്കുകളിൽ ചൂട്. അതാണ് ദൈവം നേരിട്ട് നൽകുന്ന അനുഗ്രഹം. അതിനായി പ്രാർത്ഥിക്കുക, ക്ഷമിക്കുക, ഇനി വളരാനുള്ളതുണ്ടെന്ന ബോധം കൈവിടാതിരിക്കുക. ഈ ചക്രം അവസാനിച്ചാലും ആത്മീയ പാത തുടരും. അത് നിങ്ങളെ ഉയർത്തും, രക്ഷിക്കും, സംരക്ഷിക്കും. അവസാനമായി പറയട്ടെ, നിങ്ങൾ കടന്നുപോകുന്ന ഈ നിമിഷം വളരെ വലുതാണ്. ഇത് ഒരു ഗ്രഹസംക്രമണം മാത്രമല്ല. ഇതാണ് നിങ്ങളുടെ കർമ്മം എഴുതി പുനർലിഖിക്കുന്ന പാത. പഴയ കടങ്ങൾ തീരുമ്പോൾ, പുതിയ ഭാഗ്യം പിറക്കുമ്പോൾ മനസ്സിൽ ഈ ശബ്ദം മുഴങ്ങട്ടെ, ഞാൻ അർഹനാണ്, ഞാൻ തയ്യാറാണ്. ഈ ആത്മവിലാസം തുടരട്ടെ. നിങ്ങളുടെ ഹൃദയം നിറഞ്ഞുള്ള സന്തോഷം പകരട്ടെ. ഭൂമി നിങ്ങളെ സ്വീകരിക്കട്ടെ, ആകാശം നിങ്ങളെ ആലിംഗനം ചെയ്യട്ടെ. പ്രപഞ്ചം മുഴുവൻ നിങ്ങളിലേക്ക് ചിരിക്കുന്നു. അതാണ് ഈ നക്ഷത്രമാറ്റത്തിന്റെ സത്യം. അതാണ് നിങ്ങളുടെ പുതുജീവിതം. ഇനി പറയാനുള്ളത് ഒരു വാക്ക് മാത്രം: കാത്തിരിക്കുക. ആരും പ്രതീക്ഷിക്കാത്ത ഒരു പുതിയ ദിവ്യചലനം അടുത്തിരിക്കുന്നു. അത് സംഗീതം പോലെ തുടങ്ങും, മിന്നൽ പോലെ തീർക്കും, അത്ഭുതം പോലെ നിലനിൽക്കും. ഇനി ആ ആത്മവൈഭവത്തിന് നിങ്ങളെ തയ്യാറാക്കൂ. ഞാൻ അടുത്ത സന്ദേശത്തിൽ പറയാനുണ്ട്. ആ പുതിയ ഗ്രഹക തന്നെയാണ് നിങ്ങളുടെ ഭാവി. ആശംസകളും അനുഗ്രഹങ്ങളും ഹൃദയപൂർവ്വം നിങ്ങളെ തേടിയെത്തട്ടെ.